ஹே ஹலோ கைஸ் வெல்கம் பேக் டு another வீடியோ. இன்னைக்கு இந்த வீடியோவில் எதை பற்றி பார்க்க போகிறோம்னு சொல்லி பார்த்தீங்கன்னா, நம்ம தொடர் மொழியில் வந்து பார்த்தீங்கன்னா சீன் 6 தான் இன்னைக்கு வந்து ரியாக்ட் பண்ண போகிறோம். ஏற்கனவே வந்து பார்த்தீங்கன்னா சீன் 5 வரைக்கும் நம்ம ரியாக்ட் பண்ணி அப்லோட் பண்ணியிருக்கோம். பார்க்காதவங்க கண்டிப்பாக மிஸ் பண்ணிடாதீங்க. கண்டிப்பாக போய் பாருங்கள். லாலேட்டனோட ஒரு எப்படி சொல்கிறது, ஒரு அழகான ஒரு த்ரில்லர் மூவியாக வந்து நான் வந்து பார்த்தேன். ஜாலியாக தான் வந்து போயிட்டு இருந்தது. ஃபர்ஸ்ட் ஹாஃப் வரைக்கும் வந்து பார்த்தீங்கன்னா ஜாலியாக தான் வந்து போயிட்டுருக்கு. அதுக்கப்புறம் தான் செகண்ட் ஹாஃப்ல இருந்து வந்து பார்த்தீங்கன்னா அப்படியே ஒரு த்ரில்லிங்காகவே வந்து போயிட்டுருக்கு. என்ன நடக்க போகுது என்னன்னு சொல்லிட்டு தெரியல. வீடியோக்குள்ள போய் பார்த்துட்டு அதுக்கப்புறம் அதை பற்றி பேசுவோம். வீடியோக்குள்ள போகிறதுக்கு முன்னாடி இன்னும் நீங்கள் நம்ம சேனல் சப்ஸ்கிரைப் பண்ணால் கண்டிப்பாக சப்ஸ்கிரைப் பண்ணி சப்போர்ட் பண்ணுங்கள். மறக்காம இந்த வீடியோக்கு லைக் பண்ணுங்கள். இப்போ வாங்க வீடியோக்குள்ளே போகலாம். இவரை தான் கொண்டுட்டாங்களா? ஓ, அவர் வண்டி ரிப்பேர் செஞ்சவரு. ഒരു വാശി കാണിക്കാൻ എന്നാച്ചു എത്ര തവണ വിളിച്ചു ഞാൻ. இந்த மாதிரி ஓட்டம் போகும்போது நீங்க எங்க இருக்கீங்க കഴിച്ചോ இதெல்லாம் தெரிஞ்சாதானே எனக்கும் മക്കൾക്കും സന്തോഷം. ഞങ്ങളെല്ലാം നിങ്ങൾക്ക് ഒന്നുമല്ല. അച്ഛനും മോളും ഫോണിലൊന്ന് സംസാരിക്കും, വഴക്കൊന്ന് തീരുക. അതൊരു പ്രതീക്ഷയാണ്. നിന്റെ കാര്യം നോക്ക് ലളിതേ, നിനക്ക് മാത്രം മതിയോ സന്തോഷവും പ്രതീക്ഷയും? ഞങ്ങൾക്കും സന്തോഷം വേണം ബെൻസേ. ഭാര്യ മക്കളൊന്നും വേണ്ടല്ലേ? ഭ്രാന്താണ്, പൊഴുത്ത ഭ്രാന്ത്. നീ എന്നെ ചികിത്സിക്കുന്നേ. കുറെ നേരമായിട്ട് നിന്നെ പഠിച്ചിട്ടുണ്ടോ ഇവിടെ ജീവിക്കാൻ? നീയും കൂടെ തുടങ്ങിയ ഇങ്ങനെ എന്തിനാ ഇത്ര ദേഷ്യപ്പെടുന്നേ? എന്ത് പറ്റി നിങ്ങൾക്ക്? എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറയാമല്ലോ. ഒന്നുമില്ല, നീ കടന്നോ. നിങ്ങൾ രാവിലെ ഇട്ട ഷർട്ട് നിങ്ങൾ കഴുകിയല്ലേ? അതെന്തിനാ കഴുകിയത്? ചോര വല്ലതും പറ്റിയോ ബെൻസേ? ചോര? എന്ത് ചോര? എന്തോ കരയുണ്ട്. ഞാൻ കൊറേ നോക്കി. കരയാ? ரத்தத்தை சொல்றாங்களா? അവനെ കെട്ടിയോ കൊന്നോ കൊഴിച്ചു മുടിയൊന്നോ നീ നോക്കേണ്ട കാര്യമില്ല. കത്തിച്ചുകളെ കുടുംബത്തോടെ അറിയാലോ നിനക്ക് ഞങ്ങളെ. നിങ്ങൾ രാവിലെ ഇട്ട ഷർട്ട് നിങ്ങൾ കഴുകിയല്ലേ? അതെന്തിനാ കഴുകിയത്? ചോര വല്ലതും പറ്റിയോ ബെൻസേ? ഒരുത്തന്റെ ചോര വീണിട്ടാണെങ്കിലും ആ കുടുംബത്തിലെ കല്യാണം നടന്നില്ല. ஐயோ, സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട മഴ ശക്തമായി തുടരും. 10 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട്. പത്തനംതിട്ട മുതൽ ഇടുക്കി വരെയും മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുമാണ് മഴ മുന്നറിയിപ്പ്. ഷൺമുഖൻ അതെ, ഓരോന്നൊക്കെ രജിസ്റ്ററിൽ എഴുതി വെച്ചിട്ട് യുവന്മാരൊക്കെ എവിടെയെങ്കിലും പോവും. അതെയോ? അവൻ 2 ദിവസം മുമ്പ് ഒരു ഹോസ്പിറ്റൽ കേസിനോട് പോയല്ല. എടാ, പുതിയ പിള്ളേര് നമ്മുടെ കാലത്തെ പോലെ അല്ലടാ. അത് നീ ആദ്യം മനസ്സിലാക്കണടാ. പിന്നെ അവ എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കില് 2 ദിവസം കഴിഞ്ഞിട്ട് അവൻ വരുവാടാ. നാളെയും വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിലേ നമുക്കൊരു പരാതി കൊടുക്കാൻ സ്റ്റേഷൻ. ഇപ്പോഴത്തെ പിള്ളേര് ഓരോ പൊടിയൊക്കെ വലിച്ചു കയറ്റി. എന്ത് പൊടിയടാ? സ്റ്റാർ സ്പീഡ് എന്നൊക്കെ പറഞ്ഞ അമ്മാതിരി കീടങ്ങളൊക്കെ വലിച്ചു കയറ്റി ബോധമില്ലാതെ അവിടെ ഇവിടെയൊക്കെ പോയി കിടക്കും. ബോധം തെളിയുമ്പോ 3-4 ദിവസം കഴിയുമ്പോ വീട്ടിലും വരും. ഇതൊക്കെ സ്ഥിരം ഏർപ്പാടാണ്. ഇതൊക്കെ നമ്മൾ എത്ര കാണുന്ന ബെൻസേ? ഇല്ലടോ ബെൻസേ, നീ മഴ നനഞ്ഞ് നടക്കാതെ എത്രയും പെട്ടെന്ന് വീട്ടിലോട്ട് ഇല്ല. നീ ഒരു കാര്യം ചെയ്യും, ശ്യാമിനെ പോയിക്കൊണ്ടൊരു പരാതി എഴുതി കൊടുക്കും. എടാ, ഞങ്ങൾക്കൊരാവശ്യം വന്നപ്പോ നീ ഞങ്ങളുടെ കൂടെ നിന്നില്ലേ? നിനക്കൊരാവശ്യം വന്ന പോലീസ് കൂടെ ഉണ്ടോ? എന്റെ മകൻ പവി ഇടുക്കി മാർഷലിവാർ എഞ്ചിനീയറിംഗ് കോളേജിൽ കമ്പ്യൂട്ടർ സയൻസ് 4ാം വർഷ വിദ്യാർത്ഥിയാണ്. കഴിഞ്ഞ ദിവസം 23/5/2024
കോളേജ് ഹോസ്റ്റലിൽ നിന്ന് സ്വന്തം ബൈക്കിൽ പൾസർ വെക്കണം. എന്താ പൾസർ? സാറേ, ആ ബൈക്ക് എന്റെ മോന്റെ ബൈക്ക് പോലെ തോന്നുന്നു. ഇതൊക്കെ 2-3 മാസമായിട്ട് യാർഡ് കിടക്കുന്ന വണ്ടികളാ. എന്തെങ്കിലും വിവരം കിട്ടിയാൽ ഞാൻ വിളിക്കാം മനസ്സർ. നീ വിട്ടോ. இது ஆடிச்சு போட்டது யாருன்னு சொல்லி தெரியல. இந்த ஃபேஸை பாருங்க எப்படி இருக்குன்னு. அவ்வளோ கோவம் இருக்கு உள்ளுக்குள்ள. அங்க போறாரு ஆட்டுக்குள்ள. பர்ஸு யாரு பர்ஸு? பையனோட பர்ஸா இருந்தா துடிச்சிருவாரு. அச்சோ, அச்சோ, ஐயோ போச்சு. சொல்லவும் முடியாம மெல்லவும் முடியாம. എന്താ ഇത്? മഴ മൊത്തം നനഞ്ഞ്. ഇതൊക്കെ ആർക്ക് വേണ്ടിയാ? ശ്ശോ. അവനെ കാണാൻ ഹോസ്റ്റലിൽ പോയിരുന്നോ? ஐயோ, അതെ, ബെൻസേ, നാളെ ഞാൻ കൂടി വരാം. നമുക്ക് രണ്ടാൾക്കും ഒരുമിച്ച് പോവാം. ஐயோ വഴക്കൊന്നും വേണ്ട കേട്ടോ ഈ വീട്ടില്. போச்சு. அச்சோ, நடிகங்க நடிங்க அம்மாடி. എല്ലാരും എന്നെ മഴയെ തീർത്തിരിക്ക ബെൻസൻ. ഈ മഴക്കെന്താ നമ്മളോട് ഇത്ര വെറുപ്പ്? മോനെ റവി, ബെൻസൻ, എന്നെ
കൂടെ കൂട്ടാൻ വന്നേക്കണേ അന്നത്തെ പോലെ. അവന്റെ കാര്യം നോക്കിയും കണ്ടും ചെയ്യണമെന്ന് പറഞ്ഞല്ലടാ. സാറേ, ഇയാടുന്ന് ആ ബൈക്ക് ഞാനിങ്ങ് എടുത്ത് മാറ്റിയാലോ? നമ്മളെ പുണ്യാളന്റെ പാമ്പ് വിഴുങ്ങൂലടാ. പുറത്താരോ വന്ന് നിൽക്കുന്നു നിന്നെ കാണാൻ. താരടെ ഈ രാത്രിയിലൊക്കെ നിന്നെ തിരക്കി വരും. എന്താ ബെൻസ് ഈ സമയത്ത് മഴയത്ത്? സാറേ, എന്നോട് സത്യം പറ, സാറന്മാരൊക്കെ കൂടെ ആരെയെ കൊന്ന്? എനിക്കൊന്നും അറിയില്ല. നിന്നെ വിളിച്ച് സാറുമാരോട് ചോദിച്ചാൽ മതി. സത്യം പറയടാ, നീയൊക്കെ കൂടെ ആരെയെ കൊന്ന്? താൻ ആവശ്യം പറയല്ലേ. താൻ്റെ വീട്ടിൽ പോയേ, വേഗം പോകാൻ നോക്കൂ നിങ്ങള്. അയ്യോ കൊച്ചി. കൊച്ചി. A massive landslide has struck the Mundak-Kayampura-Kayam region at early morning today, leaving many dead and several gone missing. Rescue operations are in full swing, led by the police, fire force and locals. പുലർച്ചെ 1 മണിയോടുകൂടി നടന്ന ദുരന്തത്തിൽ ഒട്ടനവധി പേർക്ക് ജീവഹാനി സംഭവിച്ചതായാണ് ഒടുവിൽ കിട്ടുന്ന വിവരം. இது யாரு பார்த்தாரு? யாருன்னு ആള് இருக்கோ? നാടിനെ നടുക്കിയ ഈ ദുരന്തത്തിൽ രക്ഷാപ്രവർത്തനം നടത്തുന്ന ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക് ചാക്കിൽ കെട്ടിയ നിലയിൽ അഴുകിയ ഒരു മനുഷ്യ ശരീരവും കൂടി ലഭിച്ചു എന്നതാണ് ഈ നിമിഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. 18നും 23നും ഇടയിൽ പ്രായമുള്ള പുരുഷന്റെ മൃതദേഹമാണ് ഇതെന്നും ഏകദേശം 4 ദിവസത്തോളം പഴക്കമുണ്ടെന്നുമുള്ള സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ. இருக்கு, அவங்க 2 பேத்துக்கு இருக்கு. சூப்பர். ரொம்பவே வந்து பார்த்தீங்கன்னா இன்ட்ரெஸ்டிங்காக தான் இருக்குது. அவர் காரிலே வந்து ஒரு மர்டர் பண்ணி வச்சுருக்காங்க. எப்போ வச்சாங்கன்னு சொல்லிட்டு அவருக்குமே தெரில, நான் பார்த்துட்டு இருக்கேன், நமக்கும் வந்து தெரியல. அதை வந்து பார்த்தீங்கன்னா டிஸ்பஸ் பண்ணுறதுக்கோசரம் தான் நீ அங்கே போ, இங்கே போ, அந்த இடத்துக்கு போ அப்படிங்கிற மாதிரி வந்து சொல்லியிருக்காங்க. அவரே வந்து பார்த்தீங்கன்னா பயந்து போயிட்டாரு. யாரை கொன்று என்ன பண்ணாங்கன்னு சொல்லி தெரியல. அது வந்து பார்த்தீங்கன்னா இவர் காரில் வந்து ஏற்றி ரொம்பவே வந்து பார்த்தீங்கன்னா அவருக்கு வந்து சங்கட்டமாயிடுச்சு. அதோடய வந்து வீட்டுக்கு போயிட்டு அதோட பிளட்டு, பர்ஸு, ஹேண்ட் ஃபோன்லாம் வந்து இருக்குது.
அது கொன்னவரோட தான் என்னன்னு சொல்லிட்டு தெரியல. அடுத்தடுத்து பார்த்தா தான் தெரியும். ஓகே, இந்த வீடியோ கண்டிப்பாக உங்களுக்கு பிடிக்கும்னு நினைக்கிறேன். பிடிச்சா மறக்காம இந்த வீடியோக்கு லைக் பண்ணிட்டு சப்ஸ்கிரைப் பண்ணாமல் நீங்கள் பார்த்தீங்கன்னா கண்டிப்பாக சப்ஸ்கிரைப் பண்ணி சப்போர்ட் பண்ணுங்கள். இது போல் நல்ல வீடியோ நம்ம நெக்ஸ்ட் சந்திப்போம். பாய்.